ഓക്കെ, നമ്മൾ ആ ബോഡി 2 പേരുടെ ബോഡിയും എക്സ്ഹ്യൂമേഷൻ നടത്തിയ 2 ബോഡിയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ കൊണ്ടുപോയിട്ടുണ്ട്. നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടത്താമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അത് ആ ഒരു അവസ്ഥ നിൽക്കുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നാളെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കും. ഡോക്ടറെ വിശദമായിട്ട് ചോദ്യം ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഈ പ്രതിയെ അന്വേഷണത്തിന് വേണ്ടി പല സ്ക്വാഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉടുമ്പൻചോല SHO ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ലോക്കൽ ഏരിയ, പെരിഫറൽ ഏരിയ പെട്രോളിങ്ങിന് വേണ്ടി, സെർച്ചിന് വേണ്ടി ടീമിനെ ഒരു 4ഓളം ടീമിനെ വിവിധ ഭാഗത്തേക്ക്, വനത്തിലേക്കും കാട്ടിലേക്കും എല്ലാം വിട്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഡോഗിൻ്റെ സഹായത്തോടെ. ഇപ്പോൾ നിലവിൽ ഇന്നലെ വൈകുന്നേരം ഒരു ബാഗുമായിട്ടാണ് ഈ നമ്മൾ സസ്പെക്റ്റ് അവിടുന്ന് പോയെന്ന് പറയുന്നു. ആ ബാഗ് നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട് ഇന്ന് ഡോഗിൻ്റെ സഹായത്തോടെ. പിന്നെ തുടർന്ന് അവിടെ പരിശോധന നടത്തുന്നു. കൂടാതെ തന്നെ 3-4 വാഹനങ്ങളിൽ അടുത്തൊരു സ്ക്വാഡ് ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ പ്രതി അന്വേഷിച്ച് പോയിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റും പബ്ലിസിറ്റി വളരെയധികം കൊടുത്തിട്ടുണ്ട്. CADR അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊരു വേറെ ടീമുണ്ട്, സെപ്പറേറ്റ് ടീമുണ്ട്. അങ്ങനെ എല്ലാവിധ ബാങ്കുകളിലെ ഡീറ്റെയിൽസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ ബാങ്ക് അക്കൗണ്ട്സൊന്നും തന്നെ പുള്ളിക്ക് ഇല്ല. നമ്മുടെ വിവിധ ഭാഗത്തുകൂടെ, വിവിധ എല്ലാ സോഴ്സിലും കൂടെ എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടുപിടിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ 90% സംശയിക്കുന്നത് തന്നെയാണ്. ഇനി അദ്ദേഹത്തെ കൈ കിട്ടിയാൽ മാത്രമേ, നമ്മൾ ചോദ്യം ചെയ്താൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ചെക്ക് പോസ്റ്റുകളിൽ അലർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തമിഴ്നാട് പോലീസിൽ നമ്മളതിൻ്റെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, അവരെ അലർട്ട് ചെയ്തിട്ടുണ്ട്. ആ വഴിക്ക് നോക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് പറയത്തില്ല. അത് നമുക്ക് കുറച്ചുകൂടെ അന്വേഷണം നടത്തിയാലേ പറയാൻ പറ്റുള്ളൂ. ഇനിവേ ഒരു 6-ാം തീയതി, 5-ാം തീയതി, 6-ാം തീയതി ഒക്കെ ഇവരെ കണ്ടവരുണ്ട്. കാര്യം ഇലക്ഷൻ പ്രചരണമായിട്ട് ചെന്നവരൊക്കെ 5-ാം തീയതി ഇവരെ കണ്ടായിട്ട് പറയുന്നുണ്ട് വീട്ടിൽ. സജിയുടെ പിതാവിന് 8 വർഷം മുമ്പ് കാണാതായ ഒരു കേസും നിലവിലുണ്ട്. 165/2018 എന്ന് പറഞ്ഞ കേസുണ്ട്. അന്ന് അദ്ദേഹം ഒരു ബസ് കയറി പോയത് കണ്ടായിട്ടാണ് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്. ആ കേസിനും കൂടെ ഈ കേസിലെ സംശയിക്കുന്ന ആളെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്.